വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഗെയിൻ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രൊഡക്റ്റുമായിട്ടാണ്. നൈക്ക ക്ലേ കൂൾ മാസ്ക്. ഓക്കെ, ഇതൊരു ക്ലേ മാസ്ക് ആണ്. ഞാൻ പിങ്ക് സെയിൽ വാങ്ങിച്ചതാട്ടോ. എൻ്റെ സ്കിൻ അത്രയ്ക്ക് ഇങ്ങ് ഡള്ളാവോ അല്ലെങ്കിൽ എനിക്ക് അൺഹെൽത്തി ആയിട്ട് തോന്നുമ്പോൾ ഞാൻ ഇതും വേറെ കുറച്ച് പാക്കും ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്കൊക്കെ ഞാൻ യൂസ് ചെയ്യും. അത് ഞാൻ പിന്നാലെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് ഹോം മെയ്ഡ് പാക്സ്, ഞാൻ ഉണ്ടാക്കുന്ന പാക്സാണ് കൂടുതൽ ഇഷ്ടം. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിങ്ക് സെയിൽ വാങ്ങിച്ചതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ക്ലേ മാസ്ക് ആണ്, പിന്നെ ഓയിൽ കൺട്രോൾ ആണ്. ബട്ട് എൻ്റെ സ്കിൻ ഓയിലി അല്ല, എന്നിരുന്നാലും ഞാനത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ വില വന്നിട്ട് 599 എനിക്ക് കിട്ടിയത് 300 സംതിങ്ങിനാണ്. ദെൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. 100 gram ആണ് ക്വാണ്ടിറ്റി വരുന്നത്. ദെൻ ഓഫ് കോഴ്സ് ദിസ് ഇസ് കൺട്രോളിങ് ഓയിൽ ആൻഡ് ബിക്കോസ് ഇസ് കണ്ടെയ്നിങ് clay is the main ingredient and some ingredients are there. Then I don't know what, but they didn't mention. Yeah, here it is. Yeah, purified water, kaolin, bentonite, emulsifying wax, glycerin, etc. Yeah, you can study here. Yeah, you can see here clearly. So I'm not extending my video. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ മുഖം വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. ഇനി സ്ക്രബ് ചെയ്യാറില്ല, വെരി സെൻസിറ്റീവാണ് സ്ക്രബ് ചെയ്യാൻ, എനിക്കിഷ്ടമല്ല. ബോഡി സ്ക്രബൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, വെരി നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പോകാം. ഇത് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കളറാണ് വരുന്നത്, ഒരു ലാവൻഡർ കളറ്. സോ ഇതിനോടൊപ്പമുണ്ട്, നമ്മൾ മാറ്റി വെച്ചു. ദെൻ സ്റ്റാർട്ട് അപ്ലൈ. നിങ്ങൾക്ക് കൈകൊണ്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല. സ്ക്രബിങ് എനിക്ക് അലർജിയാണ്, സ്കിൻ ഒരുപാട് സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഞാൻ വളരെ സെർട്ടിലായിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബ്ലീച്ച് ചെയ്യാൻ പറ്റില്ല, സ്ക്രബ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇറ്റ്സ് പോസിബിൾ. ബട്ട് ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇതെന്തോ ഒരു പോസിറ്റീവാണ് തോന്നുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, ഇതളായി അലസമലസമായി അരികിൽ ഒഴുകി ഞാൻ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് വരാവേ. അപ്പം ഞാൻ വന്നേ. ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോൾ ഞാൻ എല്ലാ വേർഡ് ഡയറക്ഷനിലേക്കാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്വേർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. സ്കിൻ വലിയത്തില്ല, പിന്നെ സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റി അതിനെ കൺട്രോൾ ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെയും ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കണ്ണിനോട് ഒരുപാട് അടുപ്പിക്കാതെ ഇത് എല്ലാം അപ്വേർഡ് ഡയറക്ഷൻ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് അത്രയും നല്ലതാണ്. ഓക്കെ, കൈകൊണ്ട് യൂസ് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണിൻ്റെ ഏരിയയിൽ ഒട്ടും യൂസ് ചെയ്യരുതേ, പണി കിട്ടും. സോ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാട്ട് പാടിയായിരുന്നേ, അതിൻ്റെ ഒരു സ്റ്റാൻസ് പാടി നമുക്കിത് ഉണക്കി കഴുകിയിട്ട് വരാം. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, എൻ നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും, പൂച്ചങ്ങളയ്ക്കുള്ളിൽ 2 മൗനങ്ങളെ പോ, നീർത്താമരത്താളിൽ പനി നീ തുള്ളികളാ, കുളിരിൻ്റെ കുമ്പിളിൽ കിനിയും മരന്തമായി ഓറി വന്ന ശിശിരം നമ്മൾ പൂ. നല്ലതായിട്ട് ഉണങ്ങിയേ, 15 മിനിറ്റ് ഒന്നും എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പം എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ടോ? സൗണ്ട് മാറി, നോ പ്രോബ്ലം. എനിക്ക് നല്ല ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ. സോ ജെനുവിൻലി ഇറ്റ് ഫീൽസ് സോ സ്മൂത്ത് ആൻഡ് ക്ലിയർ, മോർ ക്ലിയർ. സോ തംസ് അപ്പ്, ലൈക്ക് ആൻഡ് ഷെയർ.
സോ നെക്സ്റ്റ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും ബൈ.